പബ്ലിക് സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നെങ്കിൽ പിണറായി വിജയൻ പോലും നമ്മുടെ മുഖ്യമന്ത്രി പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങൾക്ക് നടക്കാനുള്ള നടപ്പാതയില്ല. ഇത് തകർന്ന് എടുക്കുകയാണ്. ബുൾഡോസറോ മറ്റൊക്കെ കയറിയിട്ട് ഇത് തകർന്ന് എടുക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്ലാബുകളോ കാര്യങ്ങളോ ഒന്നും നല്ലൊരു രീതിയിൽ ഉറപ്പുള്ള രീതിയിലുള്ള നിർമ്മിതിയല്ല. കണ്ടോ, ഒന്നും അത്രയ്ക്കും നിർമ്മിതി അത്രയ്ക്കും ശോകമാണ്. ഇതിപ്പോൾ ഫൈനാൻസ് കോളേജിൻ്റെ അവിടേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇതിൽ കൂടെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലാബ് ഉള്ളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ നടന്നു പോകുന്ന ആൾക്കാർ അതിലേക്ക് വീഴാനുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പുറത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ടൂ വീലറൊക്കെ വൈകിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒടുക്കത്തെ ബ്ലോക്കാണ്. ആ സമയത്ത് ഇതുപോലത്തെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ആ സ്ലാബ് വീണെടുക്കുന്നതാണ്. ഈ ചെറിയ തിട്ടിലാണ് ആ സ്ലാബ് എടുക്കുന്നത്. ഈ സ്ലാബുകളെല്ലാം ലൂസാണ് കേട്ടോ. അപ്പോൾ നടന്നു പോകുന്ന ആൾക്കാർക്ക് പോലും അപകടം ഉണ്ടാവുന്ന രീതിയിലാണോ ഇവിടെ പബ്ലിക് സർവീസ് നിലനിൽക്കുന്നത്? മുഹമ്മദ് റിയാസ് തൊട്ടിട്ട് അദ്ദേഹത്തിന് മുകളിൽ വരുന്ന പിണറായി വിജയൻ അടക്കം വരുന്ന ആൾക്കാർ കോർഡിനേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ് എത്രത്തോളം പ്രതിബദ്ധതയില്ലാതെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണത്. ഇപ്പം അറിയാം, റോഡുകളും കാര്യങ്ങളും ഒക്കെ മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. തൃശ്ശൂർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ബ്ലോക്കാണ്. പോരാത്തതിനും മഴ, കുണ്ടും കുഴിയും, അതായത് പാച്ച് വർക്ക് കഴിഞ്ഞിട്ടുള്ള എല്ലാ റോഡുകളും കുണ്ടും കുഴികളുമായി. അത്രയ്ക്കും മോശം. അതായത് ഒരു മാസം കൊണ്ട് തന്നെ ഈ കുണ്ടും കുഴിയായി. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മിനിസ്റ്റേഴ്സിനൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ബൈ.